ശരി, ഇപ്പോൾ വി ഡി സതീശൻ സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാം. ടി പി ചന്ദ്രശേഖരൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇത്രയും ഹീനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ്. സാർ, ഇത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ഇതിൽ പല പ്രതികളുടെയും ജീവപര്യന്തം ഇരട്ടി ജീവപര്യന്തമാക്കി. സാർ, ഇവിടെ നമ്മൾ ഞെട്ടിച്ചിരിക്കുന്ന സംഭവം 13/6/2024 കണ്ണൂരിലെ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് ഒരു ഔദ്യോഗികമായൊരു കത്ത് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ കൊടുത്തിരിക്കുകയാണ്. സാർ, ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറേ ആളുകളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട്, ജയിൽ പുള്ളികളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് 56 ആ പേരുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. അതിനാൽ അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം അവരുടെ ബന്ധുക്കൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഇത് കൊടുക്കണം എന്നുള്ള ഔദ്യോഗികമായ കത്താണ്. സാർ, ഇതനുസരിച്ചിട്ട് അതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതികളുടെ കാര്യമുണ്ട്. സാർ, ഇതുമാത്രമല്ല നമ്മൾ ഞെട്ടിച്ചത്. 2018 സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് പറയുന്നത് നിങ്ങൾ റെമിഷന് ശിക്ഷാ കാലയളവ് കൊടുക്കുമ്പോൾ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയും. സാർ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ 2023/11/2018 മാർഗനിർദ്ദേശങ്ങളുണ്ടാക്കി, മാനദണ്ഡങ്ങളുണ്ടാക്കി. സാർ, ആ മാനദണ്ഡത്തിലെ 11ാമത്തെ ഐറ്റം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രിസൺമെന്റ് 14 വർഷം പൂർത്തിയാകുന്നത് വരെ ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്നാണ് 2018 ഉത്തരവ്. സാർ, നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 25/11/2022 സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി. സാർ, ആ ഉത്തരവിൽ 2018 ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നതങ്ങ് എടുത്തു മാറ്റി. ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് 2022 ഗൂഢാലോചന ആരംഭിക്കുക. മാത്രമല്ല, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് 2010 അനുസരിച്ചിട്ട് 78(2) വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയാം സാർ? ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെയായിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കുന്ന പരോള്, ശിക്ഷാ ഇളവ്, ലീവ്, ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുവാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെ ആകാൻ പാടുള്ളൂ. പക്ഷേ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ്, പരോളിലാണ്. അവർക്ക് ഇനി ശിക്ഷാ ഇളവ് കൊടുക്കുമ്പോൾ ഈ പ്രിസൺ ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും. അവർക്ക് ഒരിക്കലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റില്ല. കാരണം മൊത്തം ശിക്ഷ കാലയളവിൻ്റെ 1/3 കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു സാർ? 22ാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന ആക്ട് അങ്ങ് എടുത്തു കളഞ്ഞു. സാർ, എനിക്ക് അങ്ങ് പാർലമെന്ററി കാര്യ മന്ത്രിയാണ്, നിയമജ്ഞനായിട്ടുള്ള ആളാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസ്സാക്കിയതാണ്. സഭ പാസ്സാക്കിയ ഒരു പ്രൊവിഷൻ, ഈ സഭ പാസ്സാക്കിയ ഒരു പ്രൊവിഷൻ അങ്ങയോടുകൂടിയാണ് ചോദിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? ഗവൺമെന്റ് സഭ അറിയാതെയാണ്. ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ 78(2) ഓഫ് ദ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2010 വിൽ നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗ്രാന്റിംഗ് സ്പെഷ്യൽ റെമിഷൻ എന്നാ പറയുന്നത്. സ്പെഷ്യൽ റെമിഷൻ കൊടുക്കാൻ ഈ നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൻ നിങ്ങൾക്ക് എന്തധികാരം? നിങ്ങൾ ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഉത്തരവ്, ഈ നിയമസഭ പാസ്സാക്കുന്ന 2 മിനിറ്റ് കൂടി, ഈ നിയമസഭ പാസ്സാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ, ഗവൺമെന്റ് ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അപ്പൊ ആരെ രക്ഷിക്കാനാണ്? അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തു മാറ്റി. രണ്ടാമത് അവരുടെ 1/3 എന്നുള്ള സംഭവം എടുത്തു മാറ്റി. സർ, എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത്. ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഇതൊരു അഭ്യൂഹമാണ്. സാർ, ഈ ജയിൽ സൂപ്രണ്ട്, സർക്കാരല്ല പറഞ്ഞത്,
ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹമാണ്? അതെങ്ങനെ അഭ്യൂഹമാണ്?